അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം. വിജ്ഞാനമെന്നുള്ളത് ഇസ്ലാമിൻ്റെ ജീവനാഡി എന്നാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അന മദീനത്തുൽ ഇൽമി വ അലിയിൻ ബാബുഹ. ഞാൻ ഇൽമിൻ്റെ പട്ടണമാണ് എങ്കിൽ അലി റളിയല്ലാഹു തആല അൻഹു ആ വിജ്ഞാനത്തിൻ്റെ ഗേറ്റാണ് എന്നാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നാം ഇൽമുകളെ നാം നാഫിയാക്കുവാൻ നാം ശ്രമിക്കും. അതുകൊണ്ടാണ് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുള്ളത്, ലാ ഹസദ ഇല്ലാ ഫിൽ ഇസ്നത്തൈൻ. രണ്ട് കാര്യങ്ങൾക്കല്ലാതെ ഒരാളോടും ഹസദ് വെക്കുവാൻ പാടില്ല എന്നാണ് സയ്യിദുനാ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഒരാൾക്ക് അല്ലാഹു തആല ധാരാളം ധനത്തെ നൽകിയിട്ടുണ്ട്. ആ ധനം ഉപയോഗിച്ചുകൊണ്ട് പാവങ്ങളെ സഹായിക്കുകയും പള്ളിക്ക് വേണ്ടി സഹായിക്കുകയും സമൂഹത്തിലെ പാവങ്ങളായ ആൾക്കാരെ സഹായിക്കുകയും പള്ളിയുടെ നിർമ്മാണത്തിനും വേണ്ടി സഹായിക്കുകയും ചെയ്യും. വേറെ ഒരാൾ അല്ലാഹു തആല ധാരാളം വിജ്ഞാനത്തെ അല്ലാഹു തആല നൽകി. ആ വിജ്ഞാനത്തെ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം ജനങ്ങൾക്ക് ഇൽമു പറഞ്ഞു കൊടുക്കുകയും രാവും പകലുമായ ജനങ്ങളെ നന്മയിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. ഈ രണ്ട് കാര്യങ്ങൾക്കല്ലാതെ ഒരാളോടും ഹസദ് വെക്കുവാൻ പാടില്ല എന്നാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ നാം ധാരാളം വിജ്ഞാനങ്ങളെ കരസ്ഥമാക്കുവാനും അത് നാഫിയാക്കുവാനും നാം ശ്രദ്ധിക്കുക. അല്ലാഹു തആല നമ്മുടെ എല്ലാ ഇബാദത്തുകളും അല്ലാഹു തആല കബൂലാക്കുകയും ചെയ്യുമാറാകട്ടെ.